എല്ലാറ്റിനും സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയാൽ സ്തോത്രം ചെയ്യും, ജോലി കിട്ടിയാൽ സ്തോത്രം ചെയ്യും, പ്രൊമോഷൻ കിട്ടിയാൽ സ്തോത്രം ചെയ്യും. മറുവശത്ത് അസുഖം വന്നാൽ സ്തോത്രം ചെയ്യുവിൻ, ജോലി ഇല്ലാതിരിക്കുമ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും സ്തോത്രം ചെയ്യുവിൻ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാം, പക്ഷേ സ്തോത്രം ചെയ്യാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 100 പറയുന്നു, സ്തോത്രത്തോടെ അവന്റെ വാതിലുകളിൽ കടപ്പീൻ, അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടെ വരുവീൻ. കണ്ട, തുടക്കം എന്താണ്? സ്തോത്രമാണ്. ലേഖനത്തിൽ പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാവണ്ണം നടക്കണം, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം, സൽപ്രവൃത്തിയിൽ ഫലം കായ്ക്കണം, പരിജ്ഞാനത്തിൽ വളരണം, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അവസാനം പറയുന്നത് എന്താണ്? സന്തോഷത്തോടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിപ്പിൻ. സ്തോത്രത്തോടെ രാവിലെ തുടങ്ങണം, രാത്രി സ്തോത്രത്തോടെ അവസാനിപ്പിക്കാൻ ദൈവം കൃപ തരും. അവിടെ ദൈവദൂതന്മാർ ഇറങ്ങുകയാണ്, ബാക്കി ദൈവം നോക്കിക്കോളും.